ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാർ ഈ കേരളം മുഴുവൻ വലവരിച്ചിട്ടും കിട്ടാത്ത പ്രതിയല്ലേ ഇവൻ. പക്ഷേ ഇവൻ എന്റെ വലയിൽ കുരുങ്ങി. ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? സാറിന്റെ കേസ് അന്വേഷണത്തില് എന്റെ ചെറിയൊരു ഹെൽപ്പ്, അത്രേ ഞാൻ ഉദ്ദേശിച്ചോളൂ. അയ്യോ, എന്നെ നോക്കണ്ട. ഞാൻ ഈ കളിയൊന്നും ഇല്ല കേട്ടോ. അപ്രതീക്ഷിതമായിട്ട് വന്ന് വിട്ടുപോയതാ. എന്താ വക്കീലേ, കോടതി മുറിയിൽ നിന്നും റോഡിലിറങ്ങി പരസ്യമായിട്ട് നിയമം കയ്യിലെടുത്ത് തുടങ്ങിയോ? ഞാൻ പറഞ്ഞല്ലോ, വരുന്ന വഴിക്ക് ഈ പ്രതിയും ഒന്ന് രണ്ട് ഗുണ്ടകളും ഇയാളും കൂടി ഒരു സംഘർഷം ഉണ്ടാകുന്ന കണ്ടപ്പോ ഞാൻ ഇടപെട്ടുവെന്നേ ഉള്ളൂ. ഒരു രക്ഷാപ്രവർത്തനം, അത്രേ ഉള്ളൂ. അത് നന്നായി വക്കീലേ. ഇവന് വേണ്ടിയുള്ള വല വിരിച്ച് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഏതായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു നല്ല ജോലി ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ് രണ്ടുപേർക്കും. പക്ഷേ ഇതൊരു ശീലമാക്കണ്ട. വക്കീല് കോടതിക്ക് പുറത്ത് നിയമം കയ്യിലെടുക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല. വക്കീലിനല്ലേ നിയമം അറിയൂ. കോടതിയോ ഗവൺമെന്റോ പറയുന്ന നിയമം നടപ്പിലാക്കിയല്ലേ പോലീസിന് ശീലം. ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തെ പഴങ്ങഞ്ഞിക്കട തല്ലി പൊളിച്ചതിന് ഒരു പരാതി ഇവനെ കുറിച്ച് സാറിന് ഞങ്ങൾ തരാനിരുന്നതാ. അപ്പോഴാ ഇവൻ എന്റെ കയ്യിൽ വന്ന് ചാടിയത്. എന്നാ പിന്നെ നേരിട്ട് സാറിനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാന്ന് വിചാരിച്ചു. അതെന്തായാലും നന്നായി. ഡോ, ഇവനെ പിടിച്ചോണ്ട് ലോക്കപ്പ് ഇട്. ആണേങ്ങോട്ട്. അല്ല വക്കീലേ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നിങ്ങൾ തമ്മില് നേരത്തെ പരിചയമുണ്ടോ? എന്തിനാ സാറേ മുൻപരിചയം? കാണേണ്ടവര് കാണേണ്ട സമയത്ത് കണ്ടുമുട്ടുന്നല്ലേ പറയുന്നേ. അത് ശരിയാ. പക്ഷേ ഇത് കുറച്ച് നേരത്തെ ആയി പോയോ എന്നൊരു സംശയം. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഞാനും ഇറങ്ങുക, എനിക്കൊരു ഓട്ടോ ഉണ്ട്. ശരി, അപ്പൊ കാണാം. പിന്നെ ഇവന്റെ ദേഹത്ത് ആവശ്യമില്ലാത്ത മുറിവും ചതവൊന്നുമില്ലല്ലോ? പരമാവധി അതില്ലാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. രാജീവ് പേടിക്കണ്ട. ഇക്കാര്യത്തിൽ നിയമപരമായ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞാൻ ഏറ്റു. പോരെ? രണ്ടുപേരുടെ ഓരോ സ്റ്റേറ്റ്മെന്റ് വേണ്ടി വരും. ഞാന് കോൺസ്റ്റബിളിനോടാം. നോ പ്രോബ്ലം, വിളിച്ചാ മതി. അപ്പോ ശരി സാർ. സാർ, ഇതാണ് എന്റെ അർച്ചന. എന്താ സാറേ ആലോചിക്കുന്നേ? അവര് പറഞ്ഞേക്ക സാറ് വിശ്വസിച്ചോ? ഇല്ല. എന്തായാലും അവര് കൊണ്ടുവന്നല്ലേ, ഇരിക്കട്ടെ. ഇന്ന് ഒരുത്തനെ രക്ഷിച്ചു. നാളെ ഒരുത്തിക്ക് വേണ്ടി ഇവന്മാര് പരസ്പരം അടിയുണ്ടാക്കുമ്പോ ഇവന്മാരെ രക്ഷിക്കാൻ ആര് വരും?